നിങ്ങളുടെ കുഞ്ഞിന് വീട് പോലെ സുരക്ഷിതമായ മറ്റൊരിടം തിരയുകയാണോ? എങ്കിൽ അങ്ങനെ ഒരിടം പൂക്കോട്ടുംപാടത്തുണ്ട്. വണ്ടർ ബീസിൽ 6 മാസം മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ ബീസ് ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് പൂക്കോട്ടുംപാടം. കല്ലുവാഴ കുലച്ചത് കൗതുക കാഴ്ചയായി. കാളിക വടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിലാണ് കല്ലുവാഴ കുലച്ചത്. കഴിഞ്ഞ 6 വർഷത്തോളമായി നടത്തിയ പരിചരണത്തിനൊടുവിലാണ് വാഴ കുലച്ചത്. സാധാരണയായി മലവാരങ്ങളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് കല്ലുവാഴകൾ കണ്ടുവരാറുള്ളത്. 10 വർഷത്തോളം വളർന്നതിനു ശേഷമാണ് കല്ലുവാഴ കുലയ്ക്കാറുള്ളത്. 2018 പ്രളയകാലത്താണ് സ്കൂൾ വളപ്പിൽ ഈ അപൂർവ വാഴ മുളച്ചത് കാണാൻ തുടങ്ങിയത്. ഒറ്റനോട്ടത്തിൽ മറ്റു വാഴകളെ പോലെയാണെങ്കിലും ഇലകളും തടിയും കുലയുമൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. മറ്റു വാഴകളെ അപേക്ഷിച്ച് ഇതിന്റെ തണ്ട് വളരെ വണ്ണം കൂടിയതും ബലമേറിയതുമാണ്. മലവാഴ എന്നും ഇതിന് വിളിപ്പേരുണ്ട്. കുല മൂത്ത് പഴുത്താൽ കായിൽ നിന്നും നല്ല ഉറപ്പുള്ള കല്ലുകൾ പോലുള്ള കറുത്ത വിത്തുകൾ കിട്ടും. ഇതിന് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. സ്കൂളിന്റെ ക്ലാസ് റൂമിനോട് ചേർന്ന് വളർന്ന് കുലച്ച വാഴയെ അധ്യാപകരും ജീവനക്കാരും പരിചരിക്കുന്നുണ്ട്. ഇത് കല്ലുവാഴ എന്ന് പറയുന്ന ഒരു അലങ്കാര വാഴയാണ്. സാധാരണയായിട്ട് പാറക്കെട്ടുകളിൽ കാടുകളിലൊക്കെയാണ് ഈ വാഴ കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ഭക്ഷണയോഗ്യമല്ല. പിന്നെ ഇതിന്റെ അലങ്കാരത്തിന് വേണ്ടി ഇതിന്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ വാഴയില പോലെയല്ല ഇതിന്റെ ഇല കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണിത്. എൻസെറ്റം സെറ്റൈവം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അതുപോലെ ഈ വാഴ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനകത്തൊരു വിത്ത് ഉണ്ട്. ആ വിത്ത് പൊടിച്ചിട്ട് സാധാരണയായിട്ട് പിന്നെ ഈ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂത്രക്കല്ലിന്, പ്രമേഹത്തിന്, ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഇതിനകത്ത് കാണപ്പെടുന്നൊരു വിത്ത് പൊടിച്ചാൽ ഒരു കറുത്ത കുരു കിട്ടും. അത് പൊടിച്ചിട്ട് പാലിൽ കലക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആ വാഴ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പശ പോലുള്ള ഒരു സാധനം ഉണ്ട്. അത് തീപ്പൊള്ളലിന്, മുറിവിന്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള പശ പോലുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഏറ്റവും ഭംഗി ഇതിനെ കാണാനാണ്. പാറപ്പുറത്ത് അതുപോലെ തന്നെ കാടുകളിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. സാധാരണ നമ്മുടെ വാഴ കാണപ്പെടുന്ന പോലെ ചതുപ്പായ സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലോ ഒന്നും ഇത് കാണാറില്ല. നമ്മുടെ സ്കൂളിൽ, ക്രസന്റ് സ്കൂളിൽ 2 വാഴകളാണ് ഇതുപോലെ ഉള്ളത്. ഒന്ന് ഇവിടെ നിങ്ങൾ എന്റെ പിറകിൽ കാണുന്ന വാഴയാണ്. ഒന്ന് നമ്മുടെ അപ്പുറത്തൊരു ഗ്രൗണ്ടിലാണ് മറ്റൊരു വാഴ കാണപ്പെടുന്നത്. ഇതിന്റെ ഇലയും ഭംഗിയുണ്ട്. അതുപോലെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടെ ഉള്ള ഒരു ചെടിയാണ് കല്ലുവാഴ എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.